ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2000-ലെ ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഹോൾ 9 യാർഡ്സ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറിയാലോ, കുറച്ച് പഴയ മൂവി ആയതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മൂവി നഷ്ടപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അധികമായിട്ടും വേറെ ഒന്നും പറയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് തന്നെ പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള നിക്കോളിനെയാണ് കാണിക്കുന്നത്. നിക്കോള് ഒരു ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ നിക്കോള്, അവന്റെ ഭാര്യ, പിന്നെ അവന്റെ ഭാര്യയുടെ അമ്മ, അവന്റെ അമ്മായിയമ്മ, ഇവര് മൂന്നുപേരാണ് അവർ വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവന്റെ ഭാര്യ, അവളുടെ പേര് സോഫി എന്നാണ്, സോഫി ഇപ്പോൾ കുറച്ച് പണം ചോദിക്കും. അപ്പൊ നിക്കോൾ പറയും, എനിക്ക് എന്തായാലും ഇപ്പോൾ എന്റെ കയ്യിൽ പണം ഇല്ലാന്ന് പറയുമ്പോൾ അവന്റെ അമ്മായിയമ്മ പറയും, പക്ഷെ എന്റെ ഭർത്താവ് അങ്ങനെയല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നത് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നത്. നമ്മുടെ ഹീറോ സോഫിയുടെ അച്ഛൻ്റെ അടുത്താണ് പഠിക്കാനായിട്ട് വന്നത്. അങ്ങനെയാണ് സോഫിയായിട്ട് ഇഷ്ടപ്പെട്ട് അവളെ കല്യാണം കഴിച്ചത്. പക്ഷെ ഒരിക്കലും നല്ലൊരു ജീവിതമല്ല സോഫിയായിട്ടുള്ളത്. സോഫിയുടെ അച്ഛൻ എന്തോ ഒരു കടക്കെണി വരുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇത് കാരണം നമ്മുടെ നിക്കോളിന് സോഫിയെ വിട്ട് പോകാനും കഴിയത്തില്ല, ഈ ഒരു കട ഒന്നും തീർക്കാൻ കഴിയാതെ. അതുകൊണ്ട് തന്നെ ഇവളോട് ജീവിക്കാൻ തന്നെ അവന് താല്പര്യമില്ല. അങ്ങനെ ഒരു ജീവിതമാണ് ഇപ്പോൾ അവൻ ജീവിച്ചു വരുന്നത്. അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു നല്ല ജീവിതമല്ലാതെ അവൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് കാറിലേക്ക് കയറിയിരുന്നു. ആ ദേഷ്യം കാരണം കാറിൽ 2 ഇടി അടിച്ച് 2-3 ഹോണും അടിച്ചിട്ട് കാർ എടുത്ത് അവിടുന്ന് നേരെ തന്റെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ വണ്ടി ഓടിച്ച അവസാനം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു സഹായിയുണ്ട്. അവളുടെ പേര് ജിൽ എന്നാണ്. അവൾ ഈ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അങ്ങനെ ഹീറോ നേരെ അകത്തേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു പേഷ്യന്റ് ഉണ്ട്. അയാളുടെ പല്ലിളക്കാനും എന്തോ ഒരു കാര്യമാണ്. അങ്ങനെ അങ്ങേരുടെ പല്ലും വലിച്ചിളക്കി. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോകും ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജില്ല് ഹീറോയോട് പറയുന്നത്, നിന്റെ ഭാര്യയില്ലേ, അവളെ എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്ക്. ഇങ്ങനൊരു ജീവിതം വെറുതെ അവളോടൊപ്പം ജീവിക്കുന്നതിനാ, എന്നിട്ട് വേറൊരു നല്ല പെണ്ണെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ നോക്ക്. അപ്പോൾ ഹീറോ പറയും, അതൊരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല, കാരണം അവരെനിക്ക് ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്, അതൊന്നും തീർക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ തമാശയ്ക്ക് ജില്ല് പറയും, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാടക കൊലയാളി ഏർപ്പാടാക്കിയിട്ട് നിന്റെ ഭാര്യ അങ്ങ് കൊന്നൂടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ തിരിച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ അയൽ വീട്ടില് ഏതോ ഒരു പുതിയ താമസക്കാരൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ അവന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വീടിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോ അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നേരെ ഇയാളെ കാണാനായിട്ട് വരും. ഹേയ്, നിങ്ങളാണോ പുതിയ അയൽക്കാരൻ? എന്റെ പേര് നിക്കോളസ് എന്നാണ്, ഓസ് എന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ജിമ്മി ജോൺ. അപ്പോൾ ഹീറോ പറയും, അല്ല, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്റെ ദന്താശുപത്രികളിലും വന്നിട്ടുണ്ടോ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടാണെന്ന് പറയുന്നത്. ഇല്ല, എന്നാലും ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കാണ് ജിമ്മി പെട്ടെന്ന് അവന്റെ കൈ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കാണ് അവന്റെ കയ്യിലൊരു റോസാപ്പൂവിന്റെ പച്ച കുത്തിയിട്ടുണ്ട്. ഇതുകൂടി കാണുന്ന ഹീറോ പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ്. വേറൊന്നുമല്ല, അവിടെയാണ് ഹീറോ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. 17 പേരെ കൊന്ന ഒരു വാടക കൊലയാളിയാണ്. അവനെയാണെങ്കിലോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് മറ്റൊരു രാജ്യത്ത്. അങ്ങനെ ഇത് കണ്ട് പേടിച്ച് അനങ്ങാതെ നിൽക്കുമ്പോഴത്തേക്കും ജിമ്മി ചോദിക്കും, അല്ല, എന്ത് പറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗ്യാസിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അതെ, ചെറുതായിട്ട്. എന്ന് നിങ്ങൾ വെളിയിൽ നിന്ന് വല്ല ഫുഡ് കഴിച്ചോ? അതെ, ബർഗർ കഴിച്ചു, മയോണൈസ് കൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് മയോണൈസോ എന്നും പറഞ്ഞിട്ട് ജിമ്മി പെട്ടെന്ന് അവിടെയുള്ള സാധനം എടുത്തൊരു ഒറ്റയേറ്. കാരണം ഇവൻ ഈ ഒരു ബർഗറിൽ മയോണൈസ് കൂട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഇതുകൂടി ആവുന്നത് ഹീറോ പെട്ടെന്ന് പേടിച്ച് നിന്നിട്ട്, ഓക്കെ, ഞാൻ എന്തായാലും പോവാണ്, പിന്നെ കാണാമെന്നും പറഞ്ഞിട്ട് പതിയെ പുറകിലേക്ക് നടന്നു പോകുമ്പോൾ അങ്ങ് പേടിച്ച് നിൽക്കും. അപ്പോഴാണ് ജിമ്മി പറയുന്നത്, നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ അങ്ങനെ ഓടി വന്ന്, ശേഷി എല്ലാം പാക്കി, ഇനി ഒരു നിമിഷം പോയി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവള് ചോദിക്കും, അല്ല, എന്ത് പറ്റി, നമ്മുടെ പുതിയ ആൾക്കാരനെ കണ്ടോ? അവനൊരു വാടക കൊലയാളിയാണ്, 17 പേരെ കൊന്ന ജിമ്മി ജോൺ, അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് അവള്, എന്ത്, ജിമ്മിയോ എന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവനിങ്ങനെ നോക്കാൻ. എന്നിട്ട് പറയും, ഇവനെ കാണാൻ സെക്സി ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഹീറോ പറയും, 17 പേരെ കൊന്ന അവനോ? അതുപോലെ അവൻ 5 വർഷമായിട്ട് ഒരു ജയിലിലായിരുന്നു, ഇപ്പൊ എങ്ങനെ പുറത്തിറങ്ങിയെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും ഇവനെ പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കാണ് ജോൺ ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ട് വീടിനകത്തേക്ക് നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഈ വീട്ടിലെ പുല്ലെല്ലാം വെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ജോൺ വെളിയിലേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയെ വന്നങ്ങ് പിടിക്കും. എന്നിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, കുഴപ്പമൊന്നുമില്ല, ശരി, ബാ, നമുക്കൊന്ന് വെളിയിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ച് അവന്റെ കാറിൽ വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. എന്താണെന്ന് വെച്ചാല് ജിമ്മി പറയും, നീ ഈ ഒരു സ്ഥലങ്ങളെല്ലാം എനിക്ക് നല്ലപോലെ പരിചയപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെയുള്ളൊരു വലിയ പാർക്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജിമ്മി ചിക്കാഗോയിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ പറയുമ്പോഴത്തേക്കും ഹീറോയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവൻ പറയും, എന്റെ ജീവിതം എന്ത് പറയാനായിട്ട്, എന്റെ ഭാര്യയും അവളുടെ അമ്മായിയപ്പനും കൂടി ചേർന്ന് ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചു. എങ്ങനെ, അയാളൊരു ദന്ത ഡോക്ടർ തന്നെയായിരുന്നു. അതുപോലെ പ്രായപൂർത്തിയാകാത്ത ഒരു രോഗിയെ അവൻ പീഡിപ്പിക്കുകയും കൂടി ചെയ്തു. അത് കാരണം ആ ഒരു വീട്ടുകാർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം കടമാക്കി മാറ്റി
അതെല്ലാം കൂടി ഇപ്പൊ എന്റെ തലയിലാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ഇവരോടൊപ്പം ജീവിക്കാണെന്ന് പറയുമ്പോൾ ജിമ്മി പെട്ടെന്ന് ചിരിച്ചിട്ട്, നിങ്ങളൊരു ദന്ത ഡോക്ടർ തന്നെയാണോ? എന്തു പറ്റി? അല്ല, ഇതുപോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമ്പോൾ നമ്മുടെ ജിമ്മി ഹീറോയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ പരസ്പരം അറിയാം, അതുകൊണ്ട് എന്നെ നല്ല സുഹൃത്താണ് നീ എന്ന് പറയുമ്പോൾ ഹീറോയ്ക്കും അത് നല്ല കാര്യമായിട്ട് തോന്നുന്നു. കാരണം ഇവനൊരു വാടക കൊലയാളിയാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്നത് നല്ല സാധാരണ രീതിയിലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ വീടിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് സോഫി, ഹേയ് ബേബി, നീ വീട്ടിൽ വന്നോ? അതെ, ഞാൻ വീട്ടിലുണ്ട്. എന്തു പറ്റി? നമ്മുടെ അച്ഛന്റെ കടം തീർക്കാനായിട്ട് എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. നീ ജോലിക്ക് പോകാൻ പോകുന്നോ? ഏയ്, അതൊന്നുമല്ല. നമ്മുടെ അയൽക്കാരനല്ലേ, അവൻ എന്തായാലും ഒരു കുറ്റവാളിയാണ്. അവനെ പിടിച്ചു കൊടുത്താൽ എന്തായാലും പണം കിട്ടും. അതേ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്താ അവനെ കൊല്ലാൻ പോകണോ? ഏയ്, വേറെ ഒന്നുമല്ല. നീ ഇപ്പൊ തന്നെ ചിക്കാഗോയിലേക്ക് പോകണം. എന്നിട്ട് അവിടെയുള്ള പോലീസിനോട് നീ ആരെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം പറയുക. അവർ നൽകുന്ന ആ ഒരു പണം വെച്ചിട്ട് അച്ഛന്റെ കടവും തീർക്കാം, നിനക്ക് ഞാൻ ഡിവോഴ്സും തരാം. അപ്പോഴാണ് ഹീറോ പറയുന്നത്, ഓക്കെ, അത് ശരിയാണ്. എന്നിരുന്നാലും ഞാനിപ്പോ അവനോടൊപ്പം കുറച്ചു നേരം സമയം ചെലവഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവനൊരു നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് സോഫി അടുത്തൊരു അടവർക്കും. അവൻ രാവിലെ എന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് എന്നെ ഉപദ്രവിക്കാൻ നോക്കി എന്നെല്ലാം പറയുമ്പോൾ ഹീറോ അറിയും, അതെപ്പോ ഞാൻ എവിടെയും കണ്ടില്ലല്ലോ, അതൊക്കെ വന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പറയുന്നത് വിശ്വസിക്കത്തില്ല അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഹീറോ അതൊന്നും കേൾക്കാത്തത് കൊണ്ട് അവസാനം അവള് പറയും, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. അതുപോലെ ഈ ഒരു പണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ഡിവോഴ്സും ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കുറച്ചുകൂടി സന്തോഷമായി. എന്തായാലും ആ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കാറിൽ ഇവർ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ജില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ, അവളിപ്പോ ഹീറോയെ വിളിച്ചിട്ട് ഒരുപാട് ക്ലയൻസ് എന്ന് പറയുമ്പോൾ, എന്തായാലും നീ അവരെ മാനേജ് ചെയ്യും, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ, ഞാൻ ചിക്കാഗോയിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ അവള് പറയും, നീ ഒറ്റയ്ക്കല്ലേ പോകുന്നത്? അതെ, എന്തോ പറ്റി? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം, അവിടെ ചെന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്ക്, എന്നിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹീറോ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ബാഗെല്ലാം എടുത്തിട്ട് അവനൊരു ഉമ്മയെല്ലാം കൊടുത്ത്, ബൈ ബേബി, ഒരു കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് വരണമെന്നെല്ലാം പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ട് ഇവള് നേരെ ആ ഒരു കാർ എടുത്ത് നേരെ പോവാണ് നല്ല സ്പീഡിന്. എന്നിട്ട് നേരെ ജിമ്മിയുടെ വീട്ടിന് മുന്നിലേക്ക് ചെന്ന് കാറിൽ നിന്നിറങ്ങി ഓടി വന്ന് ഡോർ ഇങ്ങനെ തട്ടും. അപ്പൊ അവൻ വന്ന് ഡോർ തുറക്കുമ്പോ, നിങ്ങൾ ജിമ്മിയല്ലേ, നിങ്ങൾ ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ അതൊരിക്കലും പുറത്തേക്ക് പോകത്തില്ല, ആ ഒരു കാര്യം ഞാൻ എപ്പോഴും സേഫ് ആയിട്ട് തന്നെ വെച്ചേക്കും, പിന്നെ എന്റെ ഭർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയോ എന്നും പറഞ്ഞിട്ട് ഇവൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഹീറോയെ ഇവൻ ഒറ്റ കൊടുക്കുന്നു. കാരണം ഇവൻ വന്ന് ഹീറോയെ കൊല്ലാൻ വേണ്ടി. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ചിക്കാഗോയിലേക്ക് വന്നിട്ട് അവിടെയുള്ള FBI ഏജന്റ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അവിടെയുള്ള ഒരു ഓഫീസറിനെ കണ്ട് നമ്മുടെ ജിമ്മിയെ പറ്റിയുള്ള കാര്യം ആ ഒരു ഓഫീസറിനോട് പറയാണ്. കാരണം അയാളെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടാണ് കൊണ്ടുപോയി സംസാരിക്കുന്നത്. അപ്പൊ അയാളായാലും ഓക്കെ, അങ്ങനെയാണല്ലേ, ശരി, അങ്ങനെയാണെങ്കിൽ വൈകിട്ട് തന്നെ ഞാൻ നിന്നെ ഈ ഒരു ഹോട്ടലിലേക്ക് വന്ന് കാണാം, നീ അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞിട്ട് ഹീറോയെ പറഞ്ഞു വിടുന്നത്. ഹീറോ ഇപ്പോ അവൻ ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിലേക്ക് വന്നിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരാളിരിക്കുന്നു. ഇയാൾ ഇതിനു മുന്നേ ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് പറയാ, എന്നിട്ട് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കുക, ആർക്കൊക്കെ അറിയാൻ നോക്കാം. എന്തായാലും ആർക്കും അറിയാണ്ടിരിക്കത്തില്ല, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ അഭിനയിച്ച് നമ്മളെല്ലാവരെയും കരയിച്ചൊരു മൂവിയുണ്ട്. അതേതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഇയാൾ വന്നിട്ട് ജിമ്മി എവിടെയാണെന്നുള്ള കാര്യം നിനക്കറിയാല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, അല്ല നീ ആരാ? എന്റെ പേര് ഫ്രാങ്ക് എന്നാണ്. നിന്നോട് അറിയൊരു കാര്യം പറഞ്ഞേ. ഡേവ്? ഡേവ്? അതെ, ജിമ്മി എവിടെയാണെന്നുള്ള കാര്യം നിനക്കറിയാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. ജിമ്മി എവിടെയാണെന്നുള്ള കാര്യം നിനക്കറിയോ? അപ്പോൾ ഹീറോ പറയും, നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പതിയെ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ ഹീറോയെ പിടിച്ചങ്ങ് കെട്ടിപ്പിടിച്ച് ഒരു ഒറ്റ ഞെരിക്ക്, എന്നിട്ട് പറയും, ദേ ഇതുപോലെ ഒരു വട്ടം കൂടി ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയണമെന്ന് പറയുമ്പോൾ അപ്പോഴും ഹീറോ അറിയത്തില്ല എന്ന് പറയുന്നത് വീണ്ടും പിടിച്ചൊരൊറ്റ ഞെരുക്ക്. ഇങ്ങനെ 1-2 തവണ ചെയ്യുമ്പോഴത്തേക്ക് ഹീറോ പറയും, ഓക്കെ ഞാൻ പറയാം എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ശരി ഇപ്പൊ എന്നോട് പറയണ്ട, നിനക്ക് ആ ഒരു കാര്യം അറിയാമെങ്കിൽ നമുക്ക് അത് ജെന്നിയോട് പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹീറോയും കൂട്ടി വേറെ അടുത്തേക്ക് ചെല്ലാണ്. അത് വലിയൊരു വീട്. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ജെന്നി എന്ന് പറഞ്ഞു ഒരുത്തരും, അവന്റെ കൂടെ കുറെ സഹായികളൊക്കെ ഉണ്ട്. ഇവൻ ഏതോ വലിയ മാഫിയ തലവനോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ അവന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, എന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ആ ഒരു തെണ്ടി എല്ലാം ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമ്മി അവനിങ്ങനെ തെറി പറയാണ്. എന്താണെന്ന് വെച്ചാൽ ജിമ്മി ഇവന്റെ അച്ഛനെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിമ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ജിമ്മി എവിടെയുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ജെന്നിയോട് പറയുന്നുണ്ട്, ഓക്കെ സിന്ധിയോടും നമ്മളോടൊപ്പം വന്ന് ചേരാൻ പറയും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ജിമ്മിയെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ജിമ്മി നല്ലൊരു സുഹൃത്തായതുകൊണ്ട് തന്നെ അവനെ ഒറ്റ കൊടുക്കാനായിട്ട് തോന്നത്തില്ല. എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ. അപ്പോഴേക്കാണ് സിന്ധിയ എന്ന് പറഞ്ഞ ലേഡി അതിനകത്തേക്ക് കയറി വരുന്നത്. അപ്പോഴാണ് ജെന്നി ഹീറോയോട് പറയുന്നത്, നിക്കോൾ ദേ ഇതാണ് സിന്ധിയ, ജിമ്മിയുടെ ഭാര്യ എന്നിങ്ങനെ പറയുന്നതും സിന്ധിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവളോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. എന്നിട്ട് സിന്ധിയോട് പറയും, സിന്ധിയ ഇതാണ് നിക്കോൾ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഫ്രാങ്ക് പറയുന്നത്, ഒരു ഡോക്ടർ. അപ്പൊ ജെന്നി പറയും, എന്ത് നിങ്ങളൊരു ഡോക്ടറാണോ? ഓക്കെ, എന്തായാലും ജിമ്മി എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി,
ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ആളുകൾ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രാങ്ക് പറയും, അങ്ങനെയല്ല, ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ ജോലി ചെയ്തത് നിങ്ങളുടെ വിശ്വസ്തനായിട്ടാണ്, അതുകൊണ്ട് അവനെ എനിക്ക് കൊല്ലണം. അപ്പോൾ ജെന്നി പറയും, പക്ഷെ അവനെ കൊല്ലുന്നതിന് മുന്നേ അവൻ എന്റെ മുന്നിൽ കിടന്ന് യാചിക്കണം, അതെനിക്ക് കാണണമെന്നും പറഞ്ഞിട്ട്. എന്ന് പറയുമ്പോൾ സിന്ധ്യ എന്ന് പറഞ്ഞിട്ട് ജിമ്മിയുടെ ഭാര്യ ഉണ്ടല്ലോ, അവളും പറയുന്നുണ്ട്, അതെ, അവനെ എന്തായാലും കൊന്നേ മതിയാവൂ, പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ലാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല അവനെ കാണിച്ചു തന്നത് കൊണ്ട് എന്തെങ്കിലും പണം എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ചിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സിന്ധ്യ അവിടെ നിന്ന് പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയെ ഫ്രാങ്ക് നേരെ ആ ഒരു ഹോട്ടലിന് വെളിയിലേക്ക് കൊണ്ടാക്കിയിട്ടാണ് പറയുന്നത്, എടുത്തുചാട്ടം ഒന്നും കാണിക്കരുത്, ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ്. ഇപ്പോൾ നമ്മുടെ ഹീറോ നേരെ അവന്റെ റൂമിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ ജിമ്മിയെ വിളിച്ച് ഈ ഒരു കാര്യം പറയാണ്. ജിമ്മി, ഞാൻ ഇതുപോലെ ചിക്കാഗോയിലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും, അതെ എനിക്കറിയാം. എങ്ങനെ? അതൊക്കെ നിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നീ എത്രയും പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകണം, വേറെ ആരും അറിയരുത്, കാരണം നിന്നെ കൊല്ലാനായിട്ട് ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ജിമ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കുഴപ്പമില്ല, ഓക്കെ, നീ എന്തായാലും സമാധാനമായിട്ട് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹീറോയ്ക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, കാരണം അവനെ കൊല്ലാനായിട്ടാണ് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞത്, പക്ഷെ അവനാണെങ്കിൽ അത് കേട്ടിട്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ റൂമിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഡോറിൽ ആരോ വന്നിങ്ങനെ തട്ടുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരുമില്ല, സിന്ധ്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഉണ്ടല്ലോ, നമ്മുടെ ജിമ്മിയുടെ ഭാര്യ, അവളാണ്. അവൾ അകത്തേക്ക് കയറി വന്നിട്ട് പറയും, എന്നെ അയച്ചത് ജെന്നിയാണ്, നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ ഈ പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞിട്ട് അവൾ നേരെ അകത്തേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ നമ്മുടെ ഹീറോ സിന്ധ്യ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതുപോലെ ഡ്രസ്സെല്ലാം ചെയ്തോട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും തന്നെ അവനെ കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോഴാണ് അവൾ പതി അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവന്റെ വാ നാറുന്നുണ്ട്. അപ്പോൾ അവൻ പറയും, ശരി ഞാനിപ്പോ ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ വന്ന് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നു, ജിമ്മി ഒറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടം വരെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ പ്ലാൻ അല്ലായിരുന്നു, എന്റെ ഭാര്യയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവളാണെങ്കിലോ എന്നെ കൊല്ലാൻ വേണ്ടി നേരെ ജിമ്മിയോട് പോയി അവന് കൊട്ടേഷൻ കൊടുത്തേക്കുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതുമല്ല ഇതിലാരും മരണപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവൾ എങ്ങനെയാണ് ജിമ്മിയെ പരിചയപ്പെട്ടത് എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ പറയും. അവനൊരു ഹിറ്റ്മാൻ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനെ കല്യാണം കഴിച്ചത്, അതുമല്ല അത് കഴിഞ്ഞിട്ട് എന്റെ ഫാമിലിയും അതേപോലെ തന്നെ ജെന്നിയുടെ ഫാമിലിയും തമ്മിലുള്ള ആ ഒരു ബന്ധം, ഞങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് പണം, അതേപോലെ തന്നെ ജിമ്മി ഓരോ തെറ്റുകൾ ചെയ്തിട്ട് അവൻ ഒരുപാട് കാലം ജയിലിൽ കഴിഞ്ഞ അവസാനം വെളിയിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കാണ്, കാരണം ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോകത്തില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, നിനക്ക് അങ്ങനെയെങ്കിലും ഡിവോഴ്സ് ചെയ്തൂടെ? അപ്പോൾ അവൾ പറയും, ഡിവോഴ്സ് ചെയ്യുന്നത് ഒരിക്കലും ജിമ്മിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല, അതൊരു ചതിയായിട്ടാണ് അവൻ കാണുന്നത്. അല്ല, അപ്പൊ നിന്നെ കൊന്നു കഴിഞ്ഞാൽ എന്താ കിട്ടുക? അവൻ ആവശ്യമായിട്ടുള്ള പണം എന്നിൽ നിന്ന് കിട്ടും, കാരണം ജെന്നിയുടെ കയ്യിൽ ഒരുപാട് കള്ളപ്പണമുണ്ട്, അതെല്ലാം മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ പേരിലേക്കും കുറെ പണം മാറ്റിയിട്ടുണ്ട്, ആ ഒരു പണമാണ് ജിമ്മിക്ക് ആവശ്യം. ഇപ്പൊ അവൻ എന്നെ കൊല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ കൊന്നേ പറ്റൂ, അതുകൊണ്ടാണ് ഞാനിപ്പോ ജെന്നിയോട് ചേർന്ന് അവനെ കൊല്ലാനായിട്ട് തീരുമാനമെടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മുടെ ഹീറോ അവിടെ ഇരുന്നിട്ട്, ഓ, നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലെ ചെയ്യത്തില്ലായിരുന്നു, കാരണം നീ അത്രയും സുന്ദരിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഓ, നീ മദ്യം കഴിച്ചതുകൊണ്ടാണല്ലോ ഇതെല്ലാം സംസാരിക്കുന്നത്? അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയാന്ന് പറയുമ്പോൾ അവൾ പറയും, ഓക്കെ, ഞാൻ എന്തായാലും പോവാണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അപ്പൊ അവളുടെ കൂടെ തന്നെ ജെന്നിയുടെ രണ്ടാളുകളും വന്നിട്ടുണ്ട്, അവരോടൊപ്പമാണ് അവളിപ്പോ തിരിച്ചു പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴത്തേക്കും ഹീറോയുടെ ഡോറിൽ ആരോ തട്ടുന്നു. തുറന്നു നോക്കുമ്പോ അതാരാന്ന് വെച്ചാല് സിന്ധ്യ. എന്തു പറ്റി? അപ്പോൾ അവൾ പറയും, എനിക്ക് കുറച്ചുകൂടി സമയമുണ്ട്, കുറെ കൂടി മണിക്കൂറുകളുണ്ട്, അതുകൊണ്ട് നീ നേരത്തെ പറഞ്ഞത് വെറുതെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഇവര് രണ്ടുപേർക്കും ഇപ്പൊ നമ്മുടെ സിന്ധ്യയ്ക്കാണെങ്കിൽ അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല, ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ ഭാര്യയുടെയും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം ഒന്ന് സ്നേഹിച്ചിട്ട് തന്നെ ഒരുപാട് കാലമായി. രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടെ വെച്ച് കിസ് ചെയ്ത് അത് കഴിഞ്ഞ് റൊമാൻറ്റിക്കിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ജിമ്മിയെ നിങ്ങൾ കൊല്ലാൻ പോകുന്നുള്ള ആ ഒരു കാര്യം ഞാൻ അവനോട് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ്, കാരണം അവൻ എന്റെ നല്ല സുഹൃത്താണ്, എന്റെ ഭാര്യ എന്നെ കൊല്ലാൻ വേണ്ടി അവനോട് പോയി സംസാരിച്ചപ്പോഴത്തേക്കും ആ ഒരു കാര്യം അവൻ എന്നോട് പറഞ്ഞു, അപ്പൊ പിന്നെ ഞാൻ ആ ഒരു കാര്യം തിരിച്ചു പറയണ്ടേ? അപ്പോൾ സിന്ധ്യ പറയും, എന്നിരുന്നാലും അവൻ എന്നെ കൊല്ലില്ലേ? എങ്ങനെയായാലും നമ്മൾ അവിടേക്ക് ചെന്ന് ജിമ്മിയെ കൊന്നതിന് ശേഷം ജെന്നി എന്നെ വെറുതെ വെക്കത്തില്ല, കാരണം ജിമ്മിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ആവശ്യമില്ല, എന്നെ കൊന്നു കഴിഞ്ഞാൽ ആ ഒരു പണവും ജെന്നിക്ക് എടുക്കാന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ലില്ല, അതിനെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല, നിന്നെ കൊല്ലാനായിട്ട് ആരെയും ഞാൻ അനുവദിക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് സിന്ധ്യ പറയുന്നത്, ഓ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ എന്നോട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, ഓക്കെ താങ്ക്സ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ സിന്ധ്യ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയോടൊപ്പം തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ആരാണെന്നറിയോ? ഫ്രാങ്ക് ആണ്. ജിമ്മി അവിടെ ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രാങ്ക് ഹീറോയോടൊപ്പം അവിടേക്ക് പോകുന്നത്. അപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ അവനെ കൊല്ലാൻ വരുന്നെന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ ജിമ്മിയോട് വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും, നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നറിയോ? ശരി, എന്തായാലും നിന്റെ വീടിനടുത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, അതിനു മുന്നേ നമുക്ക് മറ്റൊരു ഹോട്ടലിൽ പോയി താമസിക്കാം, എന്നിട്ട് പതിയെ നിന്റെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോ ഇപ്പോൾ അവന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട്
ജില്ലുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കാണ് ജില്ല് ചോദിക്കുന്നത്, ഓക്കെ നീ അവിടെ പോയിട്ട് ആരെങ്കിലും കണ്ടുമുട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതേ ഒരു പെണ്ണെ കണ്ടുമുട്ടിയിരുന്നെന്ന് പറയുന്നതും, ഓ അപ്പോൾ നീ അവളുമായിട്ട് കിടന്നുവല്ലേ എന്നും പറഞ്ഞ് അവൾക്ക് അത്ര സന്തോഷം. ഓക്കെ അത് ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രാങ്ക് വന്നിട്ട് ഹീറോയെ വിളിച്ച് ഇവർ താമസിക്കാൻ പോകുന്ന ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ഹോട്ടൽ മുറി ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നമ്മുടെ ജിമ്മി ഒരു തോക്കുമായിട്ടിരിക്കുന്നു. ജിമ്മിയെ കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് പുറകിലേക്ക് ഓടി വന്ന് ഫ്രാങ്കിനെ ഇടിച്ചിട്ട് അടുത്തുള്ള ആ ഒരു ലൈറ്റും തട്ടി താഴേക്കിട്ട് അവിടെ നിന്ന് ഒരു വിധത്തിൽ എഴുന്നേറ്റ് വന്ന് ആ ലൈറ്റും പിടിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് ജിമ്മി പതി എഴുന്നേറ്റ് നമ്മുടെ ഫ്രാങ്കിനെ നോക്കിയിട്ട് അവന്റെ പേര് അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഫ്രാങ്ക് ആണെങ്കിലോ തിരിച്ച് ജിമ്മിയുടെ പേര് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും പരസ്പരം ഷൂട്ട് ചെയ്യുന്ന നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇവർ രണ്ടുപേരും പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രാങ്കും ജിമ്മി സുഹൃത്തുക്കളാണ്. ഇത് കണ്ട് ജിമ്മി ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവർ പറയുന്നത്, ഓക്കെ ആകെ കുഴപ്പത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം, എന്തായാലും നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവരടുത്തത് നേരെ ഒരു ബാറിലേക്ക് ചെല്ലും. അങ്ങനെ അതിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിമ്മി അവിടെ വന്നിട്ടുള്ള ആ ഒരു വെയിറ്ററിനോട്, ഈ ബർഗറിൽ മയോണൈസും എല്ലാം തേച്ചിട്ട് നീ കൊണ്ടുവന്നു കഴിഞ്ഞാല് നിന്റെ കാലും കൈ ഓടിച്ച് നിന്നെ ഞാൻ കൊല്ലും എന്ന് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവൻ ഈ ഒരു മയോണൈസ് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ. ഓക്കെ എന്നിട്ടാണ് ഹീറോയോട് പറയുന്നത്, നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ഭാര്യയാണ് ആദ്യമായിട്ട് നിന്നെ കൊല്ലണമെന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ അവളോട് എന്താ പറഞ്ഞേ? ജിമ്മി പറയും, നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ ആ ഒരു കരാർ എടുത്തു എന്ന്? ഒരിക്കലുമില്ല, ഞാൻ ആ ഒരു കരാർ എടുത്തിട്ടില്ല. കാരണം നീ എന്റെ സുഹൃത്താണ്, നിന്നെ കൊല്ലാണ്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടത് അവളാണ് ജെന്നിയുടെ അടുത്തേക്ക് പോകാനായിട്ട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അവനോട് പോയി പറഞ്ഞതെന്ന് പറയുമ്പോൾ ജിമ്മി പറയും, അതും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഫ്രാങ്കിനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഹീറോ പറയും, അപ്പോൾ ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി പറയും, നീ ഒന്നും ചെയ്യണ്ട, ജെന്നിയോട് എന്നെ കൊല്ലാനായിട്ട് ഇവിടെ വരാൻ മാത്രം പറഞ്ഞാൽ മതി, ഇവിടെ വെച്ച് അവനെ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, ഇത്രയും തന്നെ വിശ്വസിക്കുന്ന ജിമ്മിയുടെ ഭാര്യയായിട്ടാണ് അവർ റൊമാൻറ്റിക് ആയിട്ടിരുന്നത്. ആ ഒരു കാര്യം ജിമ്മി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അവസ്ഥ എന്താവും? അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അല്ല എന്റെ ഭാര്യ നിന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജിമ്മി പറയും, എന്ത്, ഹേയ് അവളെന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ്, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും തോന്നത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ അവൻ ചെയ്ത ആ ഒരു കാര്യം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലില്ല നീ ഇത്രയും വർഷം ജയിലിലല്ലായിരുന്നു, അപ്പോൾ നിനക്ക് എന്തായാലും അങ്ങനെ തോന്നേണ്ടതാണ്, എന്നിട്ട് നീ അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഒരിക്കലുമില്ല. ഹീറോ പെട്ടുപോയി. ഹീറോയുടെ കാര്യം അവ അറിഞ്ഞു കഴിഞ്ഞാല് അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പോ സിന്ധിയെ രക്ഷിക്കാന്ന് അവൻ നേരത്തെ പറയുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ജിമ്മി നീ ജെന്നിയെ കൊന്നിട്ട് വീണ്ടും ചിക്കാഗോയിലേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല ഞാൻ ചിക്കാഗോയിലേക്ക് പോകുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നിന്റെ ഭാര്യയുടെ കാര്യം എന്തായിരിക്കും? നീ നിന്റെ ഭാര്യയും ഒരുമിച്ച് തന്നെ പോകുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്ക് ഇത് കേട്ടങ്ങ് ചിരിക്കും. എന്താന്ന് വെച്ചാൽ ഇവരെന്തായാലും അവളെ കൊല്ലാൻ പോകുന്നുള്ള കാര്യമാണ് ഇപ്പൊ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീറോ പറയും, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല, നിന്റെ ഭാര്യ നീ എന്തിനാ കൊല്ലുന്നേ എന്നും പറഞ്ഞിട്ട് ജിമ്മിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഹീറോ ഓരോ കാര്യങ്ങൾ അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ പണത്തിന് വേണ്ടിയിട്ട് എന്തായാലും അവളെ കൊന്നേ പറ്റൂ എന്നുള്ള കാര്യം ഇവരെ ഉറപ്പിച്ച് പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്കും വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യം കൂടി ആവുന്നത് നമ്മുടെ ഹീറോയ്ക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അവൻ ഈ ഒരു പേഷ്യൻസിന്റെ പല്ലെല്ലാം എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ മെഷീൻ എല്ലാം കിടന്ന് വിറയ്ക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ആ ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ജിൽ അവിടേക്ക് വന്ന്, അല്ല എന്ത് പറ്റി ഇങ്ങനെ കിടക്കാനായിട്ട്? ഞാൻ ആകെ വിഷമത്തിലാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഈ ഒരു കാര്യം ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ, എന്താ എന്നോട് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ജിമ്മിയെ പറ്റിയുള്ള കാര്യം ജില്ലിനോട് പറയുന്നത്. ഇതേപോലെ എന്റെ വീടിനടുത്ത് ഒരു വാടകക്കാരൻ വന്നു, അവന്റെ പേര് ജിമ്മി എന്നാണ്. അല്ല ഇപ്പൊ അതിനെന്താ, അവൻ ആരാണെന്നറിയോ? ഒരു വാടക കൊലയാളി, ജിമ്മി ഇത് തൊലിപ്പ് എന്നാണ് അവന്റെ യഥാർത്ഥ പേര് എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിൽ പെട്ടെന്ന്, എന്ത് ജിമ്മിയോ? ആ ഒരു വാടക കൊലയാളിയായിട്ട് ജിമ്മിയാണോ നിങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്നത്? അപ്പോ ഹീറോ, അല്ല എന്തു പറ്റി, നീ എന്താ ഇങ്ങനെ ചോദിക്കാനെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ, അത്രയും വലിയൊരു ആരാധികയാണ്, പ്ലീസ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ എന്നിങ്ങനെ ചോദിക്കുന്നതും, ഷെടാ വിഷമം പറയാനായിട്ട് ഒരിടത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അവളെ ഇപ്പൊ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന്. അങ്ങനെ ജില്ലിനെയും കൊണ്ട് നേരെ ജിമ്മിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ജിമ്മിക്ക് ജില്ലിനെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. അവൾക്കാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം അവളിപ്പോ ജിമ്മിയോട് പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ എന്നെ നിങ്ങളെ ഫോളോ ചെയ്യുമായിരുന്നു, നിങ്ങളെപ്പോലെ ഒരു വാടക കൊലയാളി ആവാനാണ് എനിക്കും ആഗ്രഹം, പ്ലീസ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജിമ്മി ആകെ വല്ലാണ്ടായിട്ട് അങ്ങനെ നോക്കിയെന്ന്, ശരി വാ അകത്തേക്ക് പോവാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും അകത്തേക്ക് വന്ന് അവൾക്കത് പ്രൊഫഷണലായിട്ട് തന്നെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് ഹീറോ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ജിമ്മിയുടെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ട് ആ ഒരു പാടെല്ലാം അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം തൊടുമ്പോ തന്നെ അത്രയും വലിയൊരു ആരാധികയാണല്ലോ, അതുകൊണ്ട് തന്നെ എന്തോ അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി. ഇവര് രണ്ടുപേരും കിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഹീറോ, അല്ലല്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇടയിലേക്ക് വന്ന്, ഓക്കെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ജിമ്മി ജില്ലിനോട് ചോദിക്കുന്നത്, ഓക്കെ നിനക്കിപ്പോ ഞാൻ ഒരു ജോലി വാഗ്ദാനം ചെയ്യാൻ പോവാണ്, ഫ്രാങ്കിനോടൊപ്പം ചേർന്ന് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ജില്ലിന് അത്രയും സന്തോഷമായി. അപ്പോഴേക്കാണ് ഫ്രാങ്ക് വിളിക്കുന്നത്,
ജിമ്മി വന്ന് ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് ഓക്കെ അതുപോലെ തന്നെ ചെയ്യാന്നും പറഞ്ഞ് ഇപ്പൊ ഇവരോട് പറയും ജെന്നി എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു, അതുമല്ല അവനോടൊപ്പം തന്നെ എന്റെ ഭാര്യയെ അവൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന നമ്മുടെ ജില്ലി ചോദിക്കും അല്ല നിന്റെ ഭാര്യയോ? അതെ എന്റെ ഭാര്യയും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ ഇനിയിപ്പോ അവളെ എന്താ ചെയ്യണ്ടേ? അവളെ രക്ഷിക്കണമെന്ന് ചോദിക്കുമ്പോ ജിമ്മി പറയും അവളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല, അവളും എന്തായാലും മരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് ജിമ്മിയുടെ ഭാര്യയായിട്ടുള്ള സിന്ധിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അവൻ പറയും ഹേയ് ജിമ്മി നീ എന്തായി പറയുന്നേ? ജിൽ നീയും കൂടി ചേർന്നിട്ടാണോ ഒരു സാധാരണ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കൊല്ലാൻ പോകണോ? ഇതൊരിക്കലും ശരിയാവത്തില്ല, എന്നെ കൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജിമ്മി ചോദിക്കും അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോന്നേ? ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഡോറും തുറന്ന് ഓടി പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാല് സിന്ധിയെ ഈ ഒരു കാര്യം വിളിച്ച് പറയാൻ വേണ്ടി. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു അടവും പറഞ്ഞിട്ട് അവൻ ആ ഒരു വീട്ടിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് ഓടി പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു വിധത്തില് സിന്ധിയുടെ ആ ഒരു നമ്പർ കണ്ടുപിടിച്ച് അവളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും പുറപ്പെടാനായിട്ട് നിൽക്കുവാണല്ലോ. അതുപോലെ തന്നെ ജെന്നി എന്ന് പറഞ്ഞ അവന്റെ കൂട്ടാളികൾ എല്ലാവരും ഉണ്ട്. ഫോൺ വരുമ്പോഴത്തേക്കും അവനാണ് പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിക്കുന്നത്. ഹലോ ഇതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശബ്ദം മാറിയത് കൊണ്ട് നമ്മുടെ ഹീറോ മറുപടി എന്ന് പറയാതെ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. സിന്ധിയ വന്ന് ചോദിക്കുന്നുണ്ട് അത് ആരാന്ന് ചോദിക്കുമ്പോ ഏയ് ആരാണെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് ഇപ്പൊ അവളെയും വിളിച്ച് ഇവരെല്ലാവരും കാറിൽ കയറി ആ ഒരു വീട്ടിൽ നിന്നും ഇവിടേക്ക് വരാൻ പോകുന്നു. ഹീറോ രണ്ടാമത്തെ തവണ വിളിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും വെളിയിലേക്ക് വന്നതുകൊണ്ട് ആ ഒരു ഫോണും ആരും എടുക്കുന്നില്ല. ഇപ്പൊ ഹീറോയ്ക്ക് ആ ഒരു കാര്യം പറയാനും കഴിയത്തില്ല, എന്നിരുന്നാലും തടഞ്ഞില്ലേ പറ്റൂ. ഹീറോ പെട്ടെന്ന് അവന്റെ വീട്ടിൽ ആ ഒരു ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് ഓടി നമ്മുടെ ജിമ്മിയുടെ അടുത്ത് ഇവരാണ് ഓടി വന്ന് ടൂർ ഉറക്കത്തില്ല കണ്ണാടി ആയതുകൊണ്ട് അറിയാതെ അതിലേക്ക് വന്നൊരു ഒറ്റയിടി, എന്നിട്ട് താഴെ വീണ് ഡോറും തുറന്ന് പതിയെ അകത്തേക്ക് വന്നിട്ടാണ് ഓക്കെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല നീ നിന്റെ ഭാര്യയെ കൊല്ലാൻ പോവല്ലേ, അതെനിക്ക് തടഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും ജിമ്മി പറയും അതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്, കാരണം അവളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പണം കിട്ടും. അതുകൊണ്ട് നിക്കോൾ ഇപ്പൊ വേറെ വഴിയില്ല, ഇന്ന് നീ എന്തായാലും ഞങ്ങളെ സഹായിക്കാൻ പോവാണ്. എന്ത് ഞാനോ? അതെ നീയും ഫ്രാങ്കും കൂടി ചേർന്ന് ഒന്നും അറിയാത്തതുപോലെ ചിക്കാഗോയിൽ നിന്ന് വരുന്ന നമ്മുടെ ജെന്നിയെ വിളിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം, ഒരു പക്ഷേ അതിലെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞിട്ട് ജിമ്മി ഇപ്പൊ തോക്കെടുത്ത് ഹീറോയെ കാണിക്കുമ്പോഴത്തേക്ക് ഹീറോ പേടിച്ചു പോകും. എന്നിട്ട് ജിമ്മി പറയും പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാനായിട്ട് തോന്നുന്നില്ല, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് ഇപ്പൊ ഇതിനിടയിൽ പെട്ടുപോയത് നമ്മുടെ ഹീറോ ആണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവന്. അതേസമയം മറ്റൊരിടത്ത് ഹീറോയുടെ ഭാര്യയായിട്ടുള്ള സോഫി ഉണ്ടല്ലോ, അവളിപ്പോ വേറെ അടുത്തനായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. വേറെ ഒന്നുമല്ല ഇവനോടൊപ്പം ചേർന്ന് നമ്മുടെ ഹീറോയെ കൊല്ലാൻ പോവാണ്. അതിനുവേണ്ടിയിട്ടാണ് അവൾ അവനോടൊപ്പം റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നത് തന്നെ. കാരണം ഇന്ന് രാത്രി നമ്മുടെ ഹീറോയെ കൊന്ന് അവന്റെ ഇൻഷുറൻസ് തുക ആ ഒരു പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സോഫി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ഫ്രാങ്ക് ഇവര് രണ്ടുപേരും ജെന്നിയെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെല്ലുന്നു. കാണിക്കുമ്പോൾ നമ്മുടെ ജെന്നി അതേപോലെ തന്നെ സിന്ധിയ അവന്റെ കൂടെയുള്ള രണ്ടുപേര്, അങ്ങനെ ഇവരെല്ലാവരെയും 2 കാറിലായിട്ട് നമ്മുടെ ഹീറോയും ഫ്രാങ്കും അവിടെ നിന്ന് നേരെ ഹീറോയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഹീറോയുടെ വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ രാത്രിയാവുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിയെ കാത്ത് ആ വീടിനകത്ത് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ജെന്നി ബൈനോക്കുലർ വഴി വെളിയിലേക്ക് നോക്കിയിട്ട് ഇവരോട് പറയുന്നുണ്ട് ഏയ് എല്ലാവരും അടങ്ങിയിരിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോ വെറുതെ ഓരോന്നിങ്ങനെ തട്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കും. അപ്പൊ പറയും ഷടോ മിണ്ടായിരിക്കാൻ പറഞ്ഞാല് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി വീണ്ടും മുന്നിലേക്ക് നോക്കുമ്പോ ഹീറോ അറിയാതെ ഇതുപോലെ ഒരു ശബ്ദം കേൾക്കും. അപ്പോഴേ ഒരു തിരിഞ്ഞു നോക്കാണ്. അങ്ങനെ ഇവർ നോക്കുമ്പോഴത്തേക്കാണ് ജിമ്മി ഒരു കറുത്ത കാറിൽ അവിടേക്ക് വന്ന് ഇറങ്ങിയിട്ട് അവൻ ഈ ഒരു വീടിനകത്ത് ഒന്നും അറിയാത്തതുപോലെ നടന്നിങ്ങനെ കയറുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജിമ്മിക്ക് അറിയാലോ എന്തായാലും ഇവര് ജിമ്മിയെ കൊല്ലാൻ വേണ്ടി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ജിമ്മിയും ജില്ലുമാണ് ആ ഒരു വീടിനകത്ത് ഇവരെ തിരിച്ചു കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു കാര്യം ഇവർക്കും അറിയത്തില്ല. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാല് ഹീറോ കുറെ ടയർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിലേക്ക് കയറിയിരുന്ന് ഇത് മറിയാറായിട്ട് അതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാണ്. മറിയാതിരിക്കാനും കഴിയത്തില്ല, ഇപ്പൊ മറിഞ്ഞാലും പ്രശ്നമാവും, അതുകൊണ്ട് അത് പിടിച്ചു വെച്ച് അതിങ്ങനെ മറിയുന്ന ഒരു ചെറിയ ശബ്ദം ഉണ്ടല്ലോ അത് നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കുറെ നേരം അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം അതെല്ലാം പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ജെന്നി പറയും ശരി വാ ഈ ഒരു കർട്ടൺ അങ്ങ് വന്ന് ക്ലോസ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഹീറോ വന്ന ആ ഒരു കർട്ടൺ ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു റൂമിൽ ലൈറ്റ് ഇട്ട് ഇവരെന്തായാലും നമ്മുടെ ജിമ്മിയെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു പെട്ടി എടുത്ത് അവിടേക്ക് വെച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് തുണിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഷടാ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കുമ്പോഴത്തേക്കാണ് അതെടുത്ത് മാറ്റുമ്പോൾ അതിനടിയിൽ ഒരുപാട് തോക്കുകളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു തോക്കെല്ലാം എടുത്ത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ സിന്ധി ഉണ്ടല്ലോ, അവള് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഭാര്യ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം റൂമിലുണ്ടോ, എനിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേരും പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ റൂമിനകത്തേക്ക് ചെല്ലും. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത് ഹേയ് നിന്നെ ഞാൻ വിളിച്ചിരുന്നു ഇവിടേക്ക് വരാതിരിക്കാൻ വേണ്ടി, കാരണം ജിമ്മി നിന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കാണ് ഹീറോ പെട്ടെന്ന് അവളെ പിടിച്ചങ്ങ് ഉമ്മ വയ്ക്കും. അങ്ങനെ ഉമ്മ വെച്ച് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഡോർ തുറന്ന് ജെന്നി എന്ന് പറഞ്ഞ അവൻ പറയും ശരി നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് ജിമ്മിയെ കൊന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞ്
ഫ്രാങ്ക് ജിമ്മിയുടെ ആളാണെന്ന് പോലും അറിയാതെ ഇവർ നാലുപേരും ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി അവന്റെ ഭാര്യ സോഫി ഉണ്ടല്ലോ, അവൾ ഏർപ്പാടാക്കി ആ ഒരുത്തനെയും കൊണ്ടുവന്നിട്ട് കാറിലിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിലോ ബൈനോക്കുലർ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ ഹീറോയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന അവൻ കാണും. അല്ല ഇതാരാന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കറിയത്തില്ല, ശരി എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവളെ കാറിലിരുത്തിയിട്ട് അവനൊരു തോക്കുമായിട്ട് നമ്മുടെ ഹീറോയുടെ വീടിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഇതിപ്പോ കുറച്ചുപേര് അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ആകെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ വട്ടാവും. അങ്ങനെ ഇവരെല്ലാവരും പതിയെ ആ ഒരു ഡോറും തുറന്ന് വീടിനകത്തേക്ക് കയറി പല ഭാഗങ്ങളിലും നോക്കാണ്. അപ്പോഴേക്കും TV ഇട്ടിട്ടുണ്ട്, അതിലും എന്തോ ഒരു ഫൈറ്റ് കിടന്നിട്ട് വെടിവെക്കടാ കൊല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് ഇവരെല്ലാവരും പതിയെ മുകളിലേക്ക് നടന്നു പോകുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഫ്രാങ്ക് ഉണ്ടല്ലോ, അവൻ മറ്റേതൊരു മുറിയിലേക്ക് അങ്ങ് മാറി. അങ്ങനെ ഇവര് മൂന്നുപേരും പതിയെ നടന്ന് മുകളിലത്തെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. ഹേ ഗൈസ്, നിങ്ങള് എന്തെന്നിഷ വന്നതെന്ന് ചോദിക്കുന്നത്. അതാരാണെന്ന് വെച്ചാല് ജില്ലാണ്. കാണിക്കുമ്പോൾ അവള് വസ്ത്രമൊന്നുമില്ലാതെ ന്യൂഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് ഇവരെല്ലാവരും മന്ദം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ റൂമിനകത്ത് നിന്നും ജിമ്മി ഉണ്ടല്ലോ ഒരു തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടുപേരെയും ഷൂട്ട് ചെയ്തവൻ കൊല്ലും. അതിൽ ജെന്നി എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ജില്ലുണ്ടല്ലോ അവൾ അവന്റെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ ജിമ്മി നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ജെന്നിയെ കണ്ടിട്ട് അവനെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതും. ഇവിടെ ഈ ഒരു ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവരുടെ കാറും എടുത്തിട്ട് ഇവർ രണ്ടുപേരും രക്ഷോട്ട് അങ്ങ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് ഒരുത്തം വന്നല്ലോ, സോഫി പറഞ്ഞയച്ചാ അവൻ വെളിയിൽ വന്നിട്ട് എന്താണെന്ന് അറിയാൻ കഴിയാതെ ഇപ്പൊ ഇതിനകത്ത് ഒരു ശബ്ദം കേൾക്കുന്നു, ഇവിടെ നിന്ന് രണ്ടുപേരും കാറിൽ പോവുകയും ചെയ്തു. എന്താണെന്ന് അറിയാൻ കഴിയാതെ അവൻ എന്തായാലും നമ്മുടെ ജിമ്മിയുള്ള ആ ഒരു വീടിനകത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫ്രാങ്ക് എല്ലാവരും ഇതിനകത്തേക്ക് വന്ന് ഇപ്പൊ സോഫിയോട് ജിമ്മി പറയും, ശരി നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ല, നീ ഇപ്പോഴേ ഡ്രസ്സ് മാറണ്ട, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ജനാലിലൂടെ വെളിയിലേക്ക് നോക്കാൻ പറയും. അപ്പൊ അവള് വെളിയിലേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിയും ഫ്രാങ്കും ഇതിനകത്തുള്ള എല്ലാവരുടെയും ശരീരം വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്കാണ് താഴെ നിന്നും സോഫി പറഞ്ഞിട്ട് ഒരുത്തം വരുന്നുണ്ടല്ലോ, അവനെ ജിൽ മുകളിൽ നിന്നിട്ട് ഹേയ് നീ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവള് ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കാണുന്നിട്ട് ഹേയ് നീ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവള് ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുവാണല്ലോ. അത് കണ്ട് അവൻ മുകളിലേക്ക് നോക്കുന്ന ആ ഒരു ഗ്യാപ്പില് ജിമ്മി വെളിയിലേക്ക് വന്ന് അവനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലും. എന്നിട്ട് പറയും ഓക്കെ ഇപ്പൊ കഴിഞ്ഞു, ഇനി നീ ഡ്രസ്സ് എടുത്തിട്ടോന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കാണ് ഇതെല്ലാം കണ്ട സോഫി പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആലറി വിളിച്ച് അടുത്തുള്ള കാടിനകത്തേക്ക് ഓടിപ്പോവാണ്. കാരണം അവൾ ഇതെല്ലാം കണ്ട് പേടിച്ചു പോയി. അങ്ങനെ നമ്മുടെ ഹീറോയിനും കാറിൽ പോകുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് ജിമ്മിനെ നമ്മൾ ഫോളോ ചെയ്യോ? ഏയ് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് എന്തായാലും അവനോട് കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സിറ്റിയിലേക്ക് വന്ന് അവിടെയുള്ള ഒരു ഫോൺ ബൂത്തിൽ നിന്നും നമ്മുടെ ജിമ്മിയെ വിളിക്കുകയാണ്. അപ്പൊ ജിമ്മി ചോദിക്കും അല്ല നീ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് സിന്ധിയെ ഞാൻ കൊണ്ടുപോയി, ഇനി നീ അവളെ ഫോളോ ചെയ്ത് വരരുത്. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുകയാണെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ സിന്ധിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ജില്ല് പറയും നിക്കോൾ അപ്പോൾ നീ ഉറങ്ങിയത് ഈ ഒരു പെണ്ണായിട്ടാണ് അത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ജിമ്മിക്ക് ദേഷ്യം വരുന്നത്. അപ്പൊ നീ എന്റെ ഭാര്യയായിട്ട് കിടന്നല്ലേ എന്നും പറഞ്ഞ് ഹീറോയെ അങ്ങനെ വഴക്ക് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും അവൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും സംസാരിച്ച് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ജിമ്മിയെ ജില്ല് സമാധാനിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു വിധത്തിൽ കേൾക്കുന്നില്ല. ഇപ്പൊ ഭാര്യയെ കൊല്ലാൻ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, മറ്റൊരാളുടെ കിടന്നപ്പോഴത്തേക്കാണ് അവന് പ്രശ്നം. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ഹീറോയോട് പറയുന്നുണ്ട് അല്ല നീ ഇത് കാര്യമായിട്ട് പറഞ്ഞാണോ എന്നെ സ്നേഹിക്കുവാണെന്ന്? അപ്പൊ അവൻ പറയാം അതെ, എന്ത് പറ്റി? ഇല്ല എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കാണ് നമ്മുടെ ജിമ്മി തിരിച്ചു വിളിക്കുന്നത്. ഹീറോ പെട്ടെന്ന് ഫോൺ എടുത്ത് ഓക്കെ ഇപ്പൊ എന്തായെന്ന് ചോദിക്കുമ്പോൾ ജിമ്മി പറയും ശരി അതൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ നീ എനിക്ക് വേണ്ടി മറ്റൊരു ഉപകാരം കൂടി ചെയ്യണം, അത് ചെയ്തിട്ട് നീ എന്തുവേണമെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയെ അവന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് ഹീറോയിനെ സേഫ് ആക്കാൻ വേണ്ടി അവൾക്ക് ഒരു ബോട്ട് എടുത്ത് കൊടുത്തിട്ട് നീ ഈ ഒരു ബോട്ടിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഈ രാജ്യം വിട്ട് പോയിക്കോണമെന്നും പറഞ്ഞ് ഹീറോ അവളെ സേഫ് ആക്കി. അത് കഴിഞ്ഞിട്ട് നേരെ അവന്റെ ആ ഒരു ആശുപത്രിയിലേക്ക് വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി സോഫി പറഞ്ഞുവിട്ട് എടുത്തിട്ടുണ്ടല്ലോ അവന്റെ ശരീരം ഇതിനകത്തേക്ക് കൊണ്ടുവച്ചേക്കുന്നു. നമ്മുടെ ജിമ്മിയുടെ പല്ല് അതേപോലെ തന്നെ അവന്റെ പല്ലും രണ്ടും കൂടി മാച്ച് ചെയ്തിങ്ങനെ നോക്കാണ്, ഒരേപോലെ ആവുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപോലെ തന്നെ ആവുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് എന്നിട്ട് ഇവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ ജിമ്മിയുടെ 1-2 പല്ലുകൾ ഊരി മാറ്റിയിട്ട് അത് നേരെ മരിച്ചു കിടക്കുന്ന ആ ഒരുത്തന്റെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും. അതിനൊരു കാരണമുണ്ട്. അങ്ങനെ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് ഫ്രാങ്ക് ഇവരെല്ലാം കൂടി ചേർന്ന് ഇവർ കൊന്ന എല്ലാവരുടെ ശരീരം ഉണ്ടല്ലോ ഇവരുടെ ശരീരം ഒരു കാറിനകത്താക്കി അതിന്റെ നിറയെ പെട്രോളെല്ലാം ഒഴിച്ചിട്ട് ഇപ്പൊ ആ ഒരു കാർ ഉൾപ്പെടെ അങ്ങ് കത്തിച്ചു കളയാണ്. അങ്ങനെ ആ ഒരു കാറ് പൂർണ്ണമായിട്ടും കത്തിച്ചു കളഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഒന്നും അറിയാത്തതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴത്തേക്കും 2 പോലീസുകാർ അവിടേക്ക് വരുന്നു. എന്നിട്ടാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ആ ഒരു താമസക്കാരൻ അതാരാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇല്ല അറിയത്തില്ല, അയാളുടെ പേര് ജിമ്മി എന്നാണെന്ന് അറിയാം. ഓക്കെ അയാളൊരു വലിയ കുറ്റവാളിയാണ്,
അയാൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞങ്ങള്. അയാളിപ്പോ എവിടെയുണ്ട്, നിങ്ങളുടെ കാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും എന്റെ കാർ അയാള് കൊണ്ടുപോയി. എന്തു പറ്റി? ഇല്ല, ഇന്നലെ രാത്രി ആ ഒരു കാറിന് തീപിടുത്തമുണ്ടായി. അതിൽ 2 പേര് മരണപ്പെട്ടു. അതിലൊരാള് ജിമ്മിയാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തു. കാരണം അയാളുടെ ശരീരം മുഴുവൻ കത്തിപ്പോയത് കൊണ്ട് തന്നെ കിട്ടിയ ആ ഒരു പല്ല് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളത് പരിശോധിച്ചത്. അതിലൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മരിച്ചുപോയത് ജിമ്മിയാണെന്ന്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ പല്ല് പരസ്പരം മാറ്റിയത്. അപ്പോൾ നമ്മുടെ ജിമ്മി എന്തായാലും ഒഫീഷ്യലായിട്ട് മരിച്ചു എന്ന് മറ്റെല്ലാവരും വിശ്വസിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതേപോലെ തന്നെ ജിമ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ജെന്നി, അവന്റെ 1-2 ആളുകൾ അവരെല്ലാവരും മരിച്ചു കിടപ്പുണ്ട്. അതിലൂടെ തന്നെ നമ്മുടെ ജിമ്മിയെ കൊന്നത് ജെന്നിയുടെ ആളുകളാണെന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സോഫി പറഞ്ഞു വിട്ട ആവർത്തനുണ്ടല്ലോ, അയാൾ വന്നത് ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യവും പോലീസുകാരെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സോഫിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും. അങ്ങനെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് സോഫി അവിടെയുള്ള പോലീസുകാരനെ വശീകരിക്കാൻ വേണ്ടി ഡ്രസ്സെല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു പോലീസുകാരൻ പറയും, ഓക്കെ നീ എന്താ ചെയ്തത് സത്യം പറയാൻ പറയുമ്പോൾ അവളിപ്പോ വേറെ വഴിയില്ലാതെ ഞാൻ തന്നെയാണ് അയാളെ അയച്ചതെന്നും പറഞ്ഞിട്ട് സത്യമെല്ലാം പറഞ്ഞ് അലറി വിളിച്ച് കരയാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അവൾക്കും വേറെ വഴിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ജിമ്മി ഇപ്പോൾ മറ്റൊരു കാര്യം ചെയ്യാണ്. എന്താണെന്ന് വെച്ചാല് ഹീറോയിന്റെ പേരിലുള്ള ആ ഒരു പണം ഉണ്ടല്ലോ, അത് ജിമ്മിക്ക് കിട്ടണം. ആ ഒരു പണം മുഴുവനായിട്ടും അവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞാല് അവളെ വെറുതെ വിടാം എന്നുള്ളൊരു കരാറില് നമ്മുടെ ഹീറോ ഇപ്പോ ഹീറോയിനെ ഒരിടത്ത് സേഫ് ആയിട്ട് എടുത്തിട്ട് ജിമ്മിയുടെ അടുത്തേക്ക് വന്ന് അവനെ വിളിച്ച് മറ്റൊരു കാറിൽ ഇങ്ങനെ പോവാണ് വേറൊരു സ്ഥലത്തേക്ക്. അങ്ങനെ ഇവരവിടെ നിന്ന് കാറിൽ പോകുമ്പോഴത്തേക്കും ജില്ലുണ്ടല്ലോ, അവള് നേരെ ഹീറോയിനെ കാണാൻ വേണ്ടി ചെന്നിട്ട്, കാരണം ഹീറോയിന്റെ കയ്യിലാണ് ആ ഒരു ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്, അതുമായിട്ട് ഇവര് രണ്ടുപേരും നേരെ ബാങ്കിലേക്ക് പോകും. അങ്ങനെ പണം കിട്ടുന്നത് വരെ ഹീറോയെ ജിമ്മിയോടൊപ്പം തന്നെ നിർത്താൻ വേണ്ടി ഫ്രാങ്ക്, ജിമ്മി ഇവർ 3 പേര് ഇപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ബാങ്കിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ജില്ല് ഹീറോയിനോട് ആ ഒരു പണത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാഫിനെ അവിടെ മാറ്റി നിർത്തി ജില്ല് ഹീറോയിനോട് ഒറ്റയ്ക്ക് സംസാരിക്കും. മൊത്തം $10 മില്യൺ ഉണ്ട്. ഇതും കൊണ്ട് നമുക്ക് 2 പേർക്ക് മാത്രം രക്ഷപ്പെട്ടു പോയാലോ? അപ്പോൾ ഹീറോയിൻ കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് പറയുന്നത്, അല്ല അങ്ങനെയാണെങ്കിൽ പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് നിക്കോളസിനെ കൊല്ലുമെന്ന് പറയുമ്പോൾ ജില്ലു പറയും അതൊക്കെ ആര് നോക്കുന്നു, നമുക്കതൊന്നും കാര്യം കണ്ട നമുക്കിതും കൊണ്ട് പോവാന്ന് പറയുമ്പോൾ ഹീറോയിൻ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ ജില്ലു ചോദിക്കും എന്തു പറ്റി, നീ നിക്കോളസിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ജില്ലു പറയും ഓക്കെ ശരി, ഇപ്പൊ എന്തായാലും നീ അത് ഉറപ്പാക്കിയാലോ, അത് മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന്റെ പേരിലുള്ള ആ ഒരു പണം ഉണ്ടല്ലോ അത് ജിമ്മിയുടെ പേരിലേക്ക് മാറ്റും. അതേസമയം ഒരു ബോട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ജിമ്മി ഒരുപാട് നേരം നമ്മുടെ ഹീറോയോട് സംസാരിച്ച് നേരെ ഫ്രാങ്കിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്തോ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഫ്രാങ്കിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാല് ജിമ്മി ഹീറോയെ കൊല്ലാൻ പോകുന്നതാണ്. അപ്പോൾ ഫ്രാങ്ക് പറയുന്നുണ്ട്, ഹേയ് നീയല്ലേ പറഞ്ഞേ അവൻ ഒരു കാരണവശാലും ഒന്നും ചെയ്യത്തില്ലാന്ന്. ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എനിക്കറിയത്തില്ല, എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ, ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഞാൻ അവനെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഫ്രാങ്ക് പറയും ഇല്ല അതിന്റെ ആവശ്യമില്ല, എനിക്കും അയാളെ കൊല്ലണമെന്ന് ആഗ്രഹമില്ല, അയാളൊരു നല്ല മനുഷ്യനാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജിമ്മി അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജിമ്മിക്ക് ഒരു മെസ്സേജ് വരുന്നു. എന്താണെന്ന് വെച്ചാല് ഹീറോയിൻ ആ ഒരു പണമെല്ലാം ഇവന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫ്രാങ്ക് ഹീറോയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിമ്മി പെട്ടെന്ന് അവന്റെ ഉള്ള ആ ഒരു തോക്കെടുത്ത് സോറി നിക്കോളസ് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോഴേക്കാണ് പെട്ടെന്ന് നമ്മുടെ ജിമ്മി മനസ്സ് മാറ്റിയിട്ട് തോക്കെടുത്ത് ഫ്രാങ്കിനെ 2-3 തവണ ഷൂട്ട് ചെയ്ത് അവനെ കൊന്നങ്ങ് വെള്ളത്തിലേക്ക് ഇടാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ചോദിക്കുന്നത്, ഹേയ് നീ എന്താ ചെയ്തേ, എന്നെ ഷൂട്ട് ചെയ്യാനായിട്ടല്ലേ നീ തോക്കെടുത്തേ, പിന്നെ എന്തിനാ അവനെ ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് ആരെങ്കിലും ഒരാളെ കൊല്ലണമെന്ന് തോന്നി, പക്ഷെ നിന്നെ കൊല്ലാനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. അല്ല എന്നിരുന്നാലും നീ എന്തിനാ ഫ്രാങ്കിനെ കൊന്നേ, അവൻ നിന്റെ നല്ല സുഹൃത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ നിന്നെ കൊല്ലുന്ന കാര്യം അവനോട് പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായിരുന്നു ഞാൻ ഇനി എന്തായാലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറുമെന്ന്. അത് കാരണം നിന്നെ കൊന്നു കഴിഞ്ഞാൽ അവൻ പിന്നീട് ഈ പണത്തിന് വേണ്ടി എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ നേരത്തെ കൊന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ജിമ്മി പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പോൾ ഇവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ ജില്ലുണ്ടല്ലോ അവളിപ്പോ ഓടി ജിമ്മിയുടെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇവര് രണ്ടുപേരും ഇനി കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവാണ്. എന്നിട്ട് ജിൽ ഹീറോയോട് പറയുന്നുണ്ട് അവള് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, സ്ഥലം നിനക്ക് തന്നെ അറിയാം എന്നാണ് അവള് പറഞ്ഞത് എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ നേരെ എയർപോർട്ടിനടുത്തേക്ക് ഓടി ചെല്ലാണ്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഹീറോയിൻ നിൽപ്പുണ്ട്. ഓടി വന്ന് അവളെ കിസ് ചെയ്തിട്ട് അവളോട് ചോദിക്കും നിനക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം കുറച്ചു നേരം അവളിങ്ങനെ ആലോചിക്കും. പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ജിമ്മി ഉണ്ടല്ലോ അവ ഹീറോയിനെ ഡിവോഴ്സ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടി കൺഫേം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇനി നമ്മുടെ ഹീറോയെ അവൾക്ക് ധൈര്യമായിട്ട് കല്യാണം കഴിക്കാം. ആ ഒരു രീതിയിൽ ഇവര് രണ്ടുപേരും ഒരുമിക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.